ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാത്തൂസ് കിച്ചൺസ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റോടുകൂടി നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായ മസാലപ്പുട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കി. സവോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, തക്കാളി, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിനുള്ള ഒരളവ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കാൻ വെച്ചിരിക്കണേ, നന്നായിട്ട് വെട്ടിത്തിളക്കണം. അതിനുശേഷം ഞാൻ ഈ നാഴിക്ക് ഒരു നാഴിപ്പൊടിയും ഒരു 1/4 നാഴിപ്പൊടിയും 1/4 നാഴിപ്പൊടി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം, നന്നായിട്ട് കിണ്ടി എടുക്കണം, നന്നായിട്ട് കൂട്ടി നന്നായിട്ട് യോജിപ്പിക്കും. ഇത് കണ്ടോ, ഇതേപോലെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇങ്ങനെ കിടക്കും, ഇതേപോലെ കിടക്കണം, നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഞാൻ പാൻ അടുപ്പയിലേക്ക് വെച്ചു. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവോള അതിലേക്ക് ഇടുകയാണ്. സവോളയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയാണ്. ഇളക്കി കൂട്ടിന്ന് ഞാൻ മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സവോളയിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇടാവൂ, കാരണം ഇതിന് ഒരുപാട് ഉപ്പ് വേണ്ട. ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കിയാണ്. ഇളക്കി കൂട്ടി ഞാൻ മൂടി വെച്ച് ഈ പരുവാകുമ്പോഴത്തേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി അതിലേക്ക് ഇടുകയാണ്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേപ്പില ഇടുകയാണ്. വേപ്പില ഇട്ട് മൂടി വയ്ക്കുകയാണ്. അവിടെ നന്നായിട്ടൊന്ന് വാടട്ടെ. ഇതേപോലെ വാടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 2 ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇടുന്നത്. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാണ്. അതിൻ്റെ പച്ചമണം മാറുവോളം ഇളക്കണം, നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കണം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ചിരകി വെച്ചിരുന്ന തേങ്ങ ഇടുകയാണ്. 1 മുറി തേങ്ങ എടുത്തിട്ടില്ല ഞാൻ, അതിൽ നിന്ന് 3/4 ഭാഗം മാത്രമേ ചിരണ്ടി എടുത്തുള്ളൂ. ആ തേങ്ങയാണ് ഇടുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. തീ കത്തിക്കേണ്ട കേട്ടോ, തേങ്ങ മൂക്കാനോ ഒന്നും വെള്ളം പോലും പോകണ്ട, അങ്ങനെ തന്നെ ഫ്രഷായ തേങ്ങ ആയിരിക്കണം. അവിടെ തീ ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങ ഇടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണവേ. ആ ടൈം കൊണ്ട് നമ്മുടെ കിണ്ടി വെച്ചിരുന്ന മാവ് തണുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് ഇട്ട് പാത്രത്തിലേക്ക് മാറ്റിയാണ്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനത് അടിച്ചെടുത്തത്. ഇതേപോലെ പരുവത്തിലിരിക്കും. ഒരു തരി ബോൾ പോലില്ല, നല്ല പൊടി പോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ട് 1 സ്പൂൺ എടുത്ത് അതിലേക്ക് ഒരു ചില്ല് ഇതിടുകയാണ്, ഗ്രേവി അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം മാവ് അതിലേക്ക് വാരിയിട്ടിട്ട് പകുതിയാകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ 2 ടീസ്പൂൺ ഗ്രേവി ഇടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പൊടി ഇടുകയാണ്. പൊടി ഇട്ടിട്ട് വീണ്ടും ഞാൻ ഗ്രേവി ഇടുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് നമ്മൾ 3 വട്ടം ഗ്രേവി ഇടുന്നുണ്ട്, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മേളിലും താഴെയും നടുക്കും അങ്ങനെ 3 പ്രാവശ്യം ഗ്രേവി ഇട്ട് ഫില്ല് ചെയ്തിട്ട് ആവി കയറ്റാൻ വെക്കുകയാണ്. ഇതേപോലെ നന്നായിട്ട് ആവി വരണവേ. ഇതേപോലെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റെങ്കിലും ആവി വരുത്തണം. ഒന്ന് ഇതാവണ്ടേ, റെഡി ആവണ്ടേ. നന്നായിട്ട് ആവി വന്നിട്ട് ഇത് കണ്ടോ, ഞാൻ പുട്ട് അങ്ങോട്ട് കുത്താൻ പോവാണ് പ്ലേറ്റിലേക്ക്. ഇത് കണ്ടല്ലോ പുട്ട്, എന്ത് ടേസ്റ്റാണെന്ന് ഇത് കണ്ടോ. ഞാൻ അത്രയും മാവ് കൊണ്ട് 3 കുറ്റി പുട്ട് എനിക്ക് കിട്ടിയേ. 1/4 നാഴിപ്പൊടി കൊണ്ട് 3 കുറ്റി പുട്ട് കിട്ടി. ഇത് കണ്ടല്ലോ പുട്ട്, എന്ത് ടേസ്റ്റാണെന്നറിയും പുട്ട് തിന്നാനായിട്ട്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കും, നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റുള്ള പുട്ടാണ്.
ഒരു കറിയും വേണ്ട, കറിയൊന്നുമില്ലാതെ ആ ഗ്രേവി കൊണ്ട് തന്നെ നമുക്ക് പുട്ട് തിന്നാം. അത്ര നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.